നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ സൂപ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ സൂപ്രണ്ട് പണി നിർത്തിപ്പോകണമെന്ന നഗരസഭാ വൈസ് ചെയർമാൻ. ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് ആരായാലും അനുവദിക്കില്ലെന്ന് കെ പ്രേംകുമാർ MLA. മണ്ണാർക്കാട് തത്തേങ്കലത്തെ പട്ടികവർഗക്കാർക്ക് സർക്കാർ നൽകിയ പട്ടയത്തിലെ സർവേ നമ്പർ വനഭൂമിയെ 3 വർഷം മുമ്പ് നൽകിയ പട്ടയത്തിലെ ഭൂമി ഇതുവരെ കണ്ടെത്താനായില്ല. അടുത്ത ദിവസം ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കും. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുന്നത് നിലവാരം കുറഞ്ഞ കമ്പി ഉപയോഗിച്ചെന്ന് പരാതി. എസ്റ്റിമേറ്റിൽ പറഞ്ഞതിനേക്കാൾ ബലം കുറഞ്ഞ കമ്പിയാണെന്നാണ് ആരോപണം. സ്വകാര്യ വ്യക്തിയാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും വിജിലൻസിനും പരാതി നൽകിയത്. ഒറ്റപ്പാലം വരോട് 4-ാം മൈലിലെ കരിങ്കൽ ക്വാറിക്കെതിരെ സമരം ശക്തമാക്കാൻ CPM. 3-4 തീയതികളിൽ CPM നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതി രാപ്പകൽ സമരം നടത്തി. ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ക്വാറി അടച്ചുപൂട്ടുക തന്നെ വേണമെന്ന് നേതാക്കൾ. ഓണം കളറാക്കാൻ ഇത്തവണ പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ. റവന്യൂ വിഭാഗം ജീവനക്കാർ നട്ട ചെണ്ടുമല്ലികൾ പൂവിട്ടു. സിവിൽ സ്റ്റേഷനിൽ ഇപ്പോൾ പൂവസന്തം. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനം. താലൂക്ക് ആശുപത്രിയെ നശിപ്പിക്കാൻ സൂപ്രണ്ട് നേതൃത്വം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും യോഗത്തിൽ വിമർശനമായി ഉയർന്നു. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഡോക്ടർമാരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക യോഗം ചേരാനും തീരുമാനിച്ചു. തിങ്കളാഴ്ച ചേർന്ന HMC യോഗത്തിൽ അജണ്ട ചർച്ചയ്ക്കെടുക്കും മുമ്പാണ് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ വൈസ് ചെയർമാൻ K രാജേഷ് അക്കമിട്ട് നിരത്തിയത്. ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കാൻ ഡോക്ടർമാരുടെയോ സൂപ്രണ്ടിൻ്റെയോ ആവശ്യമില്ല. 12 വർഷത്തോളമായി ജോലി ചെയ്തിരുന്ന ആളുകളെ മതിയായ കാരണങ്ങൾ ഇല്ലാതെ പിരിച്ചുവിട്ടത് തൊഴിലാളി വിരുദ്ധ സമീപനമാണ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ 100 ടോക്കണിൽ അവസാനിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ല. പോസ്റ്റ്മോർട്ടം പാലക്കാട്ടേക്ക് പറഞ്ഞയക്കുന്നത് ശരിയല്ല. IPയിൽ ആളുകൾ കുറവാണ് എന്നിങ്ങനെ രൂക്ഷമായ വിമർശനമാണ് വൈസ് ചെയർമാൻ ഉന്നയിച്ചത്. ആശുപത്രിയിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ സൂപ്രണ്ട് പണി നിർത്തി വീട്ടിൽ പോകുന്നതാണ് നല്ലതെന്നും വൈസ് ചെയർമാൻ പറഞ്ഞു. ആശുപത്രിയിലേക്ക് വരുന്നവരെ സ്വകാര്യ ആശുപത്രികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ അവിടേക്ക് പറഞ്ഞേക്കാൻ ഏജന്റ് പണി എടുക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അത് സൂപ്രണ്ടിന്റെ അറിവോട് കൂടിയിട്ടാണ്. ഒരു ചെറിയ മുറിവ് പറ്റി 19-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഷാനവാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടെ വന്നപ്പോ ആ മുറിവൊന്ന് നോക്കുന്നതിന് പകരം വെള്ളുവനാട്ടേക്ക് പോയിക്കോ, PK ദാസിലേക്ക് പോയിക്കോ എന്ന് പറയാൻ ഇവിടെ സൂപ്രണ്ടിന്റെ ആവശ്യമില്ല, ഇവിടുത്തെ ജീവനക്കാരുടെ ആവശ്യമില്ല. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് ഷാനവാസിന്റെ കാര്യത്തിൽ മാത്രമല്ല. 23-ാം തീയതി ഗിരീഷ് എന്ന് പറയുന്നയാൾ ബാത്റൂമിനകത്ത് വീണ് ഈ ക്ലോസറ്റിന്റെ ഭാഗത്ത് സൈഡ് തട്ടി, ഇവിടെ തട്ടി. ഇവിടെ വന്ന സമയത്ത് നോക്കാൻ പോലും സമയമില്ലാതെ അവരെ നേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയിക്കോ എന്ന് പറയുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ പൂച്ചമാന്തിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആ വാക്സിൻ കൊടുത്തപ്പോ ആ ഉണ്ടായ പ്രശ്നത്തെ അന്വേഷിച്ചപ്പോ സൂപ്രണ്ട് അറിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. പിന്നെ എന്താ സൂപ്രണ്ട് അറിയുന്നത്? അപ്പൊ അതുകൊണ്ട് താലൂക്ക് ആശുപത്രിയെ മോശപ്പെടുത്താൻ അനുവദിക്കില്ല. എന്ത് വിധേനയും മോശപ്പെടുത്തും എന്ന സമീപനാണെങ്കിൽ സമ്മതിക്കില്ല. നിങ്ങൾ അറിയില്ലേ ഇതൊന്നും? ഇവിടെ 100 ആളുകൾക്ക് 111 101ാമത്തെ ആളായപ്പോ തറവാട്ട് വീട്ടിൽ നിന്ന് ടോക്കൺ എടുത്ത് ആളെ ചികിത്സിക്കാൻ ഇരിക്കല്ല, ടോക്കൺ കൊടുക്കണ്ടെന്ന് ഡോക്ടർ പോയിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളെ ചീത്ത പറയാം. എന്താ ടോക്കൺ കൊടുക്കവിടെ? ടോക്കൺ കൊടുക്കവിടെ അറിയില്ലേ ഒന്നും? ഇതിന് നേതൃത്വം കൊടുക്കുന്ന, ഇത് നന്നായി കൊണ്ടുപോകേണ്ട സൂപ്രണ്ട് എന്ത് കണ്ടിട്ടായിരിക്കുന്നത്? പറ്റില്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കണം, ഈ പണി അവസാനിപ്പിക്കണം. യോഗത്തിലെ അംഗങ്ങളും ആശുപത്രിക്കും സൂപ്രണ്ടിനുമെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു. ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് അനുവദിക്കാനാകില്ലെന്ന് K പ്രേംകുമാർ MLA പറഞ്ഞു. ആശുപത്രിയിൽ വരുന്ന ഡോക്ടർമാർ മനുഷ്യരാണ്. അവരുടെ മാനസികാവസ്ഥയും അവരുടെ കൂടി സഹകരണവും പിന്തുണയൊക്കെ ആശുപത്രിക്കും പ്രദേശത്തെ ജനങ്ങൾക്കും വരുന്ന രോഗികൾക്കും ഒക്കെ കിട്ടേണ്ടതാണ്. ഒരു സേവന മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആശുപത്രി എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്ന സ്ഥാപനമാണ്. അത്തരം ഒരു സ്ഥാപനത്തിൽ പുലർത്തേണ്ട ഒരു സമവായത്തിന്റെ സാമൂഹ്യ നീതിയുടെ ഒരു അന്തരീക്ഷം ഇവിടെ വരുന്ന ഡോക്ടർമാർക്കും ആ ഡോക്ടർമാരെ നിയന്ത്രിക്കുന്ന സൂപ്രണ്ടിനും ഈ HMCയുടെ ഭാഗമായിട്ടൂടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടതാണ്. അങ്ങനെയാണ് ആ കാര്യങ്ങളെ സമവായത്തിൽ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായി കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാനാണ് നമ്മളെല്ലാം അവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട്, ജനപ്രതിനിധികളുണ്ട്. ആ നിലയിൽ നമ്മളിവിടെ ഇരുന്നിട്ടുള്ളത് അതിലേതെങ്കിലും കുറവ് ജനങ്ങൾക്ക് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വരുന്ന രോഗികളുടെ താല്പര്യത്തിന് അവർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവർക്ക് എങ്ങനെ കൂടുതൽ മികച്ച സേവനം നൽകാൻ പറ്റും, ഏറ്റവും നല്ല സൗകര്യം എങ്ങനെ അവർക്ക് നൽകാൻ പറ്റുമെന്ന് ആലോചിക്കാനാണ് HMC ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി.
അപ്പൊ ഇവിടെ കമ്മിറ്റി അങ്ങനെ പ്രത്യേകമായിട്ട് ആരുടെയെങ്കിലും മേലിൽ ഒരു അധികാരം പ്രയോഗിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ പൊതുവായിട്ടുള്ള നടത്തിപ്പിന് തടസ്സം സൃഷ്ടിക്കുന്നവരാരായാലും അത് നമുക്ക് അനുവദിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അധിക OP ടിക്കറ്റ് നൽകേണ്ടെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശമാണെന്ന് ലേ സെക്രട്ടറി അറിയിച്ചു. യോഗ്യത ഇല്ലാത്തതിനാലാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ പിരിച്ചുവിട്ടതെന്നും വാക്സിൻ എടുക്കുമ്പോൾ ചിലർക്കുണ്ടാകുന്ന റിയാക്ഷനാണ് കഴിഞ്ഞ ദിവസം ചിലർക്ക് ഉണ്ടായതെന്നും അത് DMOയ്ക്ക് റിപ്പോർട്ട് ചെയ്തതായും സൂപ്രണ്ട് മറുപടിയായി അറിയിച്ചു. ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ജീവനക്കാർ എന്നിവരെയെല്ലാം ഉൾപ്പെടുത്തി പ്രത്യേക യോഗം ചേരാനും പിരിച്ചുവിട്ട 5 പേരെ തിരിച്ചെടുക്കാനും തിമിര ശസ്ത്രക്രിയ നടത്താത്തതിന് ഡോക്ടറുടെ വിശദീകരണം തേടാനും യോഗത്തിൽ തീരുമാനമായി. K. പ്രേംകുമാർ MLA അധ്യക്ഷനായി. ചെയർപേഴ്സൺ K. ജാനകി ദേവി, വൈസ് ചെയർമാൻ K. രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷ T. ലത, ആശുപത്രി സൂപ്രണ്ട് അഹമ്മദ് അഫ്സൽ, ലേ സെക്രട്ടറി KR ശ്രീലത, മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് തത്തേങ്ങലത്തെ പട്ടികവർഗ്ഗക്കാർക്ക് സർക്കാർ നൽകിയ പട്ടയത്തിലെ സർവേ നമ്പർ വനഭൂമിയിൽ 3 വർഷം മുമ്പ് നൽകിയ പട്ടയത്തിലെ ഭൂമി റവന്യൂ വകുപ്പ് കണ്ടെത്തി നൽകിയില്ല. അടുത്ത ദിവസം കളക്ടർ സ്ഥലം സന്ദർശിക്കും. ഇടത് സർക്കാർ വൻ നേട്ടമായി കൊട്ടിയാഘോഷിച്ച് നടപ്പാക്കിയ പട്ടയമേളയിലാണ് തത്തേങ്ങലം മുച്ചിക്കുന്നിലെ നീലൻ, വിനോദ്, ശാന്ത, തങ്കമണി എന്നിവർക്ക് 1 ഏക്കർ വീതം ഭൂമിയുടെ പട്ടയം അനുവദിച്ചത്. 2021 സെപ്റ്റംബറിൽ നൽകിയ പട്ടയത്തിൽ പറയുന്ന ഭൂമി ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പട്ടയത്തിനൊപ്പം കൃത്യമായ സ്കെച്ചും നൽകിയിരുന്നു. ഈ ഭൂമി അന്വേഷിച്ച് ഇവർ പലതവണ കളക്ടറേറ്റിൽ പോയെങ്കിലും ഭൂമി കാണിച്ചു കൊടുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. തത്തേങ്ങലത്തെ ചെങ്കുത്തായ വനഭൂമിയാണ് ഇവർക്കായി നൽകിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഭൂമി കൃഷിക്കോ താമസത്തിനോ അനുയോജ്യമല്ലാത്തതാണ്. പട്ടയം നൽകി പട്ടികവർഗ വിഭാഗക്കാരായ തങ്ങളെ കബളിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. പൊളിഞ്ഞു വീഴാറായ വാടക കെട്ടിടത്തിലാണ് ഇവർ ഇപ്പോൾ കഴിയുന്നത്. ഇവരുടെ ഭൂമിക്കാര്യത്തിൽ എന്ത് ചെയ്യാനാവുമെന്ന് പരിശോധിക്കാൻ അടുത്ത തിങ്കളാഴ്ച കളക്ടർ സ്ഥലം സന്ദർശിക്കും. ഒറ്റപ്പാലം വരോട് 4-ാം മൈലിലെ കരിങ്കൽ ക്വാറിക്കെതിരെ CPM നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതി സെപ്റ്റംബർ 3, 4 തീയതികളിൽ രാപ്പകൽ സമര സത്യാഗ്രഹം നടത്തും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വരോട് ക്വാറിക്കെതിരെയുള്ള ജനകീയ സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സെപ്റ്റംബർ 3, 4 തീയതികളിൽ CPM നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതി ക്വാറിക്ക് മുന്നിൽ രാപ്പകൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത്. വരോട് 4-ാം മൈലിൽ 3-ന് രാവിലെ 9-ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യും. 4-ന് രാവിലെ 10-ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ക്വാറി അടച്ചുപൂട്ടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് സമരത്തിന്റെ ആവശ്യമെന്നും സമരസമിതി കൺവീനർ IM സതീശൻ പറഞ്ഞു. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അവതരിപ്പിക്കണം. അതിന് ഈ ആക്ഷൻ കൗൺസിൽ അതുപോലെ തന്നെ CPM നേതൃത്വം കൊടുക്കുന്നത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളിപ്പോൾ RDOയും അതുപോലെ തന്നെ കളക്ടറും ജിയോളജിസ്റ്റിനും ഒക്കെ പോയി കണ്ടു. അതിന് വേണ്ട വിവരങ്ങൾ കൊടുത്തതിൻ്റെ വെളിച്ചത്തിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 12-ാം തീയതി കളക്ടറുടെ ഉത്തരവിട്ടിരുന്നു. ഈ എല്ലാ കോറികളിലും മഴ കുറഞ്ഞ അവസരത്തിൽ പണി തുടങ്ങാമെന്നുള്ളത്. പക്ഷേ ഈ കോറി പ്രത്യേകമായിട്ട് തുടങ്ങാൻ പാടില്ല എന്നുള്ള ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. RDOൻ്റെ ഇത് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഇത് പരിശോധിച്ചിട്ട് പാടുന്നത്. ഇതിലിപ്പോൾ നമ്മൾ പല തവണയും പരിശോധനയും കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പലപ്പോഴും റിപ്പോർട്ടുകൾ പോയിട്ടുള്ള ഒരു പരിശോധന നടത്താതെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു സംയുക്ത പരിശോധനയ്ക്ക് ഇങ്ങനെ പരിശോധന നടത്തുമ്പോൾ ജനങ്ങളെ അല്ലെങ്കിൽ പരാതിക്കാരുടെ പ്രതിനിധികളും ഉണ്ടാവണ്ടേ. എന്താണെങ്കിൽ ക്ലിയറൻസിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോയെന്ന് അതിന് പോലും ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടുണ്ട്. അവരുടെ കൃത്യമായിട്ടുള്ള അനാസ്ഥയാണ് ഉദ്യോഗസ്ഥർ വളർത്തുന്നത്. പ്രത്യേകിച്ച് തഹസിൽദാർ വളർത്തുന്നത്. താലൂക്ക് വികസന സമിതിയിൽ നിന്നാലും പോയിട്ടുണ്ടെങ്കിൽ അറിയാം. കഴിഞ്ഞ തവണ MLAയും CPMൻ്റെ ഏരിയ സെക്രട്ടറിയും ഉന്നയിച്ചിരുന്നു ഇത്തരം കാര്യങ്ങൾ. ഞങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, അറിയുന്നില്ല. അടുത്തതിൽ മറുപടി പറയാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ജനങ്ങളുടെ കാവലമായിട്ടുള്ള പ്രശ്നങ്ങളോട് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്ന ഈ സമീപനം വളരെ തെറ്റാണ്. അപ്പോൾ അത് തുറന്നു കാണിക്കുകയും അവരെ ഇതിൽ ജനങ്ങൾക്ക് അനുകൂലമായി നിൽക്കാൻ പ്രയത്നിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. സമരസമിതി ചെയർമാൻ CP ശശി, NR രഞ്ജിത്ത്, PC സോമൻ, M അക്ബർ അലി, T സബിത, P പരമേശ്വരൻ, O ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുന്നത് നിലവാരം കുറഞ്ഞ കമ്പി ഉപയോഗിച്ചെന്ന് പരാതി. എസ്റ്റിമേറ്റിൽ പറഞ്ഞ കമ്പിയേക്കാൾ ബലം കുറഞ്ഞ കമ്പിയാണെന്ന് കാണിച്ച് സ്വകാര്യ വ്യക്തി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും വിജിലൻസിനും പരാതി നൽകി. അണ്ടർഗ്രൗണ്ട് ഉൾപ്പെടെ 3 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്.
ഭാവിയിൽ മുകളിലേക്ക് എടുക്കാവുന്ന വിധത്തിലുള്ള പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ നിലകൾ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് FE 500 DO അതിനു മുകളിലോ ഗ്രേഡുള്ള കമ്പി ഉപയോഗിക്കണമെന്നാണ് എസ്റ്റിമേറ്റിലെ വ്യവസ്ഥ. കുമരംപുത്തൂർ പഞ്ചായത്ത് കെട്ടിടത്തിന് 500 DO അതിൽ കൂടുതലോ ഗ്രേഡുള്ള കമ്പി ഉപയോഗിക്കണമെന്നാണ് എസ്റ്റിമേറ്റിൽ പറയുന്നത്. എന്നാൽ ഇവിടെ ഇതിൽ താഴെ ഗ്രേഡുള്ള കമ്പികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കെട്ടിടത്തിന്റെ ബലത്തെ ബാധിക്കുമെന്നും പരിശോധിച്ച് എസ്റ്റിമേറ്റിൽ പറയുന്ന കമ്പി ഉപയോഗിക്കണമെന്നുമാണ് പരാതി. 500 D ഗ്രേഡിനു പകരം 500 ഗ്രേഡാക്കിയതിലൂടെ വലിയ തുക കരാറുകാരന് ലഭിക്കാനാവും. അണ്ടർഗ്രൗണ്ടിൽ വാഹന പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യത്തോടെയാണ് നിർമ്മാണം നടക്കുന്നത്. കെട്ടിടം നിർമ്മാണത്തിന്റെ ആരംഭത്തിൽ തന്നെ അനധികൃതമായാണ് നിർമ്മാണം നടക്കുന്നതെന്ന് കാണിച്ച് പരാതി ഉയർന്നിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. നെല്ലായ വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ ആരംഭിച്ചു. ഭൂമി സംബന്ധമായ രേഖകൾ സ്മാർട്ടാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഭൂമി സംബന്ധമായ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നെല്ലായ വില്ലേജിൽ റീസർവേ ആരംഭിച്ചത്. എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത്. പേങ്ങാട്രി സെന്ററിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന 2 ഗ്രാമപഞ്ചായത്തുകളൊന്നും രണ്ട് വില്ലേജുകളൊന്ന് നെല്ലായ വില്ലേജും ഒന്ന് അഗളി വില്ലേജുമാണ് ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഘട്ടഘട്ടമായിട്ടാണ് പ്രവർത്തനം നടക്കുക. സ്വാഭാവികമായി നമ്മുടെ വില്ലേജിൽ പ്രവർത്തനം നടക്കുകയും തൊട്ടപ്പുറത്ത് ചടവറയിലോ പുലക്കല്ലൂരോ ചെറുപ്പുളശ്ശേരിയിലോ തൃക്കടിയിലോ നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് സ്വാഭാവിക സംശയം ഉണ്ടാകും. നമ്മുടെ സ്ഥലത്ത് മാത്രം നടക്കുന്നുണ്ടോ ജീവിതം. അപ്പൊ ആ ഒരു സംശയം ദൂരീകരിക്കുന്നത് വലിയ പ്രയാസം. അപ്പൊ ആളുകളെ നന്നായി ബോധവൽക്കരിച്ചാൽ മാത്രമേ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ സർവേ പ്രവർത്തനം റീസർവേ നമ്മുടെ സംസ്ഥാനത്ത് 95 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 95 ആരംഭിച്ച് 2022 വരെ സർവേയുടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഏതാണ്ട് 80,000 ഹെക്ടറോളം ഭൂമി മാത്രമാണ് റീസർവേ പ്രകാരം അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി കിട്ടിയത്. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ ഡിജിറ്റൽ റീസർവേ ആരംഭിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഏതാണ്ട് 1-2 ലക്ഷം ഹെക്ടറോളം 1.86 ലക്ഷം ഹെക്ടറോളം ഭൂമികൾ ഇതിനോടകം തന്നെ റീസർവേ ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി. പാലക്കാട് റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ഷാലി PK, അബ്ദുൽ കലാം ആസാദ് എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C ബാബു, ഒറ്റപ്പാലം റീസർവേ സൂപ്രണ്ട് ബലേഷ്, ഹെഡ് സർവേയർ ആയിഷക്കുട്ടി എന്നിവർ സംസാരിച്ചു. റീസർവേ പ്രവർത്തനങ്ങളുമായി സർവേ ഉദ്യോഗസ്ഥർ സമീപിക്കുമ്പോൾ വസ്തുവിൻ്റെ ആധാരം, നികുതി അടച്ച രസീത്, മൊബൈൽ നമ്പർ എന്നിവ നൽകുകയും കൈവശ വസ്തുവിൻ്റെ അതിരുകൾ കൃത്യമായി കാണിച്ചു കൊടുക്കുകയും അതിർത്തിയിൽ കാട് വെട്ടി തെളിയിച്ചും നിലവിൽ അതിർത്തിയില്ലാത്തവർ അതിരടയാളങ്ങൾ സ്ഥാപിച്ചും റീസർവേ ജോലികളിൽ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്ന് സർവേ സൂപ്രണ്ട് അഭ്യർത്ഥിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇനി പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിലും. +2 കഴിഞ്ഞ ആർക്കും ബിരുദമെടുക്കാൻ സൗകര്യവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്റർ പട്ടാമ്പി നീലകണ്ഠ ഗവൺമെൻറ് സംസ്കൃത കോളേജിലും തുടങ്ങിയതായി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഔദ്യോഗിക ഉദ്ഘാടനം സെപ്റ്റംബർ 9 വൈകിട്ട് 3 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിക്കും. 22 UG PG പ്രോഗ്രാമുകളിൽ 16 UG പ്രോഗ്രാമുകളും 12 PG പ്രോഗ്രാമുകളും ആയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്റർ പട്ടാമ്പി നീലകണ്ഠ ഗവൺമെൻറ് സംസ്കൃത കോളേജിലും ആരംഭിച്ചിട്ടുള്ളത്. ഈ മാസം 25 വരെ അപേക്ഷിക്കാം. പ്രായപരിധിയില്ലാതെ അർഹരായ എല്ലാവർക്കും പഠിക്കാവുന്ന കോഴ്സുകൾക്ക് PSC, UPSC അംഗീകാരങ്ങളുണ്ട്. UGC റെഗുലേഷൻസ് 2020 റെഗുലേഷൻ 22 പ്രകാരം റെഗുലർ മോഡിലൂടെ ലഭിക്കുന്ന ഡിഗ്രിയും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മോഡിലൂടെ ലഭിക്കുന്ന ഡിഗ്രിയും തുല്യമാണ്. നിലവിൽ ഒരു അക്കാഡമിക് പ്രോഗ്രാം ചെയ്യുന്നവർക്കും യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ഡിഗ്രി പ്രോഗ്രാമിന് ഒരേ സമയം പഠിക്കാം. TC നിർബന്ധമല്ല. പല കാരണങ്ങൾ കൊണ്ട് പഠനം പാതിവഴിയിൽ നിർത്തേണ്ടി വന്നവർക്ക് ബിരുദം നേടാനാവുമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VP ജഗതിരാജ്, പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ SV സുധീർ, പട്ടാമ്പി റീജിയണൽ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജോജോ മോൻ, LSC കോർഡിനേറ്റർ ഡോക്ടർ KP രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ സമഗ്രമായ പരിഷ്കാരത്തിന് രൂപം നൽകി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 4ാം വർഷത്തിലൂടെ കടക്കുകയാണ്. ഇതുവരെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു പോളിസി ഉണ്ട്, അതായത് സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്നുള്ളത്. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇത് എല്ലാ പ്രോഗ്രാമും നമ്മൾ ചെയ്യുന്നത്. അതായത് കേരള ഗവൺമെന്റ് ഒരു ദീർഘവീക്ഷണത്തിന്റെ ഒരു ബെസ്റ്റ് ഹയർ എഡ്യൂക്കേഷന്റെ ഒരു ദീർഘവീക്ഷണത്തിന്റെ എക്സാമ്പിൾ കൂടിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഗവർണർ, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട
എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ, MLA മാർ, MP മാരെല്ലാം അതിനുവേണ്ടി നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇത് ഡെവലപ്പ് ആകും. ഇതുവരെ നമ്മൾ 28 പ്രോഗ്രാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് കേരള ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയും നടത്തിക്കൊണ്ടിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു അമ്പലയുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി. ആ പ്രകാരം നമ്മൾ ആൾറെഡി 28 പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത വർഷം ബാക്കി 1-2 MBA, MCA, MA സൈക്കോളജി, MSW ഇൻക്ലൂഡിംഗ് റിസർച്ചിനെ എല്ലാം നമ്മൾ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടന്നു വരുന്നതായും ഇവർ പറഞ്ഞു. ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി 70ഓളം വ്യത്യസ്ത പരിപാടികൾക്ക് രൂപം നൽകി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത്. 70-ദിന പരിപാടിയുടെ ഭാഗമായുള്ള ഹെൽത്തി ബേബി ഷോ തിങ്കളാഴ്ച സമാപിച്ചു. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 70ഓളം വ്യത്യസ്ത പരിപാടികൾക്കാണ് ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി രൂപം നൽകിയിട്ടുള്ളത്. ഇതിലെ പ്രധാന പരിപാടികളിലൊന്നായ മികച്ച അമ്മ ആരോഗ്യമുള്ള കുഞ്ഞ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഹെൽത്തി ബേബി ഷോ സമാപിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 26 അംഗനവാടികളിലെയും 2 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അമ്മമാർക്കായി ശിശു സംരക്ഷണം, പോഷകാഹാരം എന്നീ വിഷയത്തിൽ ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ നിന്നും വിജയിച്ച ഓരോ അംഗനവാടിയിലെയും 2 അമ്മമാർ വീതമാണ് പഞ്ചായത്ത് തല മത്സരത്തിൽ പങ്കെടുത്തത്. 56 പേർ പങ്കെടുത്ത മത്സരത്തിൽ 1, 2, 3 സ്ഥാനം നേടിയവർക്ക് സമ്മാനങ്ങൾ നൽകി. നാട്ടുകൽ പാറപ്പുറം മദ്രസയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. ഒരു കുഞ്ഞിനെ ഒരമ്മ എന്നുള്ള നിലയിൽ കുഞ്ഞിനെ വളർത്തുമ്പോൾ പ്രാഥമികമായിട്ടും ഓരോ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ടുന്ന പോഷകാഹാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാവാം, അതുപോലെ ഒരു ഗർഭിണി എന്ന നിലയ്ക്ക്, അമ്മ എന്നുള്ള നിലയ്ക്ക്, മുലയൂട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെയുള്ള പ്രാഥമികമായി അവർ അനിവാര്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായ ഒരു ധാരണ കൂടി അവർക്ക് നൽകുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യം കൂടി ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ CP സുബൈർ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ആറ്റ BV, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AK വിനോദ്, MC രമണി, EM നവാസ്, ഇല്യാസ് കുന്നുംപുറത്ത്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിമി, മണർക്കാട് CDPO ഹീറുനിസ, ICDS സൂപ്പർവൈസർ രമാദേവി, ഹെൽത്ത് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ, LHI റിക്കിയ, ജയച്ചൈമാരായ പ്രിയൻ, ഹസീന തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ കാരാകുർശിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് ക്ലാസ് എടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാരുടെ ചെണ്ടുമല്ലിത്തോട്ടം. റവന്യൂ വിഭാഗം ജീവനക്കാർ നട്ടുനനച്ചുണ്ടാക്കിയ ചെടികളിൽ ചെണ്ടുമല്ലികൾ പൂത്തുനിൽക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്. മിനി സിവിൽ സ്റ്റേഷനിലെ ഓണാഘോഷത്തിന് വില കൊടുത്തു വാങ്ങാതെ ഈ പൂക്കൾ ഉപയോഗിച്ച് പൂക്കളങ്ങൾ ഒരുക്കും. അഞ്ചു നിലകളുള്ള പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ മനോഹരമായ കാഴ്ചയാണ്. റവന്യൂ ജീവനക്കാരാണ് ചെണ്ടുമല്ലിച്ചെടികൾ നട്ടുനനച്ചുണ്ടാക്കിയത്. മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മട്ടുപാവിൽ കൃഷിവകുപ്പിന്റെ സഹായത്തോടെ മുമ്പ് പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. ഇതിനായി സ്ഥാപിച്ച മഴമറയ്ക്കുള്ളിലാണ് ഇപ്പോൾ ചെണ്ടുമല്ലിച്ചെടികൾ വെച്ച് പൂന്തോട്ടമാക്കി മാറ്റിയത്. രാവിലെയും വൈകിട്ടും മുടക്കം കൂടാതെ വെള്ളം നനച്ച് ചെണ്ടുമല്ലിത്തോട്ടം പരിപാലിച്ചു പോന്നു. ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ജയ്സന്റ് മാത്യു, P മണികണ്ഠൻ, ക്ലർക്കുമാരായ അനിൽ KM, P ജിജിൻ, റാഷിദ്, ഡ്രൈവർ K സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയത്. കഴിഞ്ഞ വർഷത്തിന് തുടർച്ചയായിട്ടാണ് ഞങ്ങൾ താലൂക്ക് ഓഫീസിലെ ജീവനക്കാരെ മിനി സിവിൽ സ്റ്റേഷന്റെ മുകളിലുള്ള ഈ ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയത്. ഇത് വൈകുന്നേരം 5 മണിക്ക് ശേഷം കിട്ടുന്ന സമയത്ത് 1 മണിക്കൂറോളം ഞങ്ങൾ ഇതിനുവേണ്ടി താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാരായ മണികണ്ഠൻ, സുനിൽ, ജിതിൻ, ജിജേഷ്, അനിൽ ഞങ്ങളൊരു ടീമായിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത് 120 ചെടികളാണ് ഞങ്ങളോട് പ്ലാൻ ചെയ്തത്. അത് കൃത്യമായിട്ട് ഓണത്തിന് ഇത് പറിച്ചു വിൽക്കാൻ ഉള്ള രീതിയിൽ മുഴുവനായിട്ടും ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട്. മുഴുവനായിട്ട് പൂത്ത് ഓണത്തിന് വിപണനം ചെയ്യാൻ പാകത്തിന് തന്നെ മുഴുവൻ മല്ലിക ചെടികളും റെഡി ആയിട്ടുണ്ട്. ജീവനക്കാരുടെ പൂന്തോട്ടം എല്ലാ വർഷവും തുടർന്നു കൊണ്ടുപോകുമെന്ന് തഹസിൽദാർ ഹാരിസ് കപൂർ പറഞ്ഞു.
താലൂക്ക് ഓഫീസിൽ പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിൻ്റെ സിവിൽ സ്റ്റേഷന് മുകളിൽ താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു സംവിധാനമാണ് ഇത്. ഒന്നുകിൽ പച്ചക്കറി അല്ലെങ്കിൽ ഫ്ലവേഴ്സ്, ഈ രീതിയിൽ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഇവിടെ ഞാനും പുതിയ എല്ലാവർത്ത ആസാരും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇത് തുടർന്ന് കൊണ്ടുപോകാനുള്ള എല്ലാ നേതൃത്വവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. ഇത് ഇനി പച്ചക്കറിയായിട്ടും പൂക്കളായിട്ടും ഇതുപോലെ തന്നെ ഇനിയും വീണ്ടും തുടരാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. സിവിൽ സ്റ്റേഷനിലെ ഓണാഘോഷത്തിന് പൂക്കളം ഒരുക്കാൻ ഈ ചെണ്ടുമല്ലിപ്പൂക്കൾ ഉപയോഗിക്കും. പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷൻ്റെ മുകളിലെ ഈ മട്ടുപ്പാവിലുള്ള ഈ പൂക്കൃഷി ഇവിടുത്തെ മുഴുവൻ സിവിൽ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഒരു മാതൃകയാണ്. പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ ശ്രീ മണികണ്ഠൻ, അതേപോലെ ഡെപ്യൂട്ടി തഹസിൽദാരായ ജെയ്സൺ മാത്യു തുടങ്ങി ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭം നടത്തിയിട്ടുള്ളത്. ഇത് ഈ ഓണത്തിന് നമുക്ക് ഈ പൂക്കൾ നമ്മളെ പൂക്കളം സിവിൽ സ്റ്റേഷനിലെ വിവിധ ഓഫീസുകൾക്ക് പൂക്കളം ഇടുന്നതിന് ഈ പൂക്കൾ ഉപയോഗിക്കാം. ഇത് വളരെ നയനകരമായ ഒരു കാഴ്ചയാണ് ഇങ്ങനെ പൂക്കൾ നിൽക്കുന്നത്. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ബാലസംഘം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മണ്ണമ്പറ്റ ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ നടന്ന സമ്മേളനം ബാലസംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ലിജി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സാന്ദ്ര സുനിൽ അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി ആർ സൂരജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് കൺവീനർ സി സച്ചിദാനന്ദൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാഗ, സി പി സുധാകരൻ, പി അരവിന്ദാക്ഷൻ, എം സി വാസുദേവൻ, ടി രാമകൃഷ്ണൻ, എ ആർ സാരംഗ്, എ സി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആർ സൂരജിനെ സെക്രട്ടറിയായും എം ദിയെ പ്രസിഡന്റായും എ സി രാമകൃഷ്ണനെ കൺവീനറായും ഗിരീഷ് കുമാറിനെ കോർഡിനേറ്ററായും തിരഞ്ഞെടുത്തു. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സഹായഹസ്തവുമായി കാട്ടുകുളം സ്വദേശി കർഷകനായ വള്ളൂർ രാമകൃഷ്ണൻ തന്റെ കൃഷിയിടത്തിലെ നാരങ്ങാത്തോട്ടത്തിൽ നിന്നും ലഭിച്ച വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിക്കൊണ്ടാണ് ഇദ്ദേഹം മാതൃകയായത്. തന്റെ നാരങ്ങാത്തോട്ടത്തിൽ നിന്നും ലഭിച്ച 19,000 രൂപയാണ് കർഷകനായ വള്ളൂർ രാമകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. കെ പ്രേംകുമാർ MLAയും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കർഷക സംഘം ജില്ലാ സെക്രട്ടറിയുമായ MR മുരളിയും ചേർന്ന തുക ട്രഷറിയിൽ അടച്ചതിന്റെ റെസീറ്റ് ഏറ്റുവാങ്ങി. എന്ത് ചെയ്താലും മതി വരാത്ത ഒരവസ്ഥയാണ് ഇന്ന് വയനാട്ടിലുള്ളത്. അങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് ഒരു കർഷകന്റെ മനസ്സ് നൽകുന്നത്. കർഷകന്റെ ഉൽപ്പന്നം അതേപടി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ കർഷകൻ അങ്ങനെ ഉൽപ്പന്നം വെറുതെ കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല കർഷകൻ. കാരണം അധ്വാനിച്ചുണ്ടാക്കുന്ന, നല്ല പോലെ ഓമനിച്ച് ലാളിച്ച് പരിപാലിച്ച് ഉണ്ടാക്കുന്നത് പോലെയാണല്ലോ കൃഷി. ഒരു ഉൽപ്പന്നം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ നിലയിലുള്ള പരിലാളനം വേണം. ഏകദേശം 15 ഏക്കർ സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, വിവിധ ഇനം വാഴകൾ, നെല്ല്, നാരങ്ങ, മത്സ്യകൃഷി, കപ്പ എന്നിങ്ങനെയാണ് രാമകൃഷ്ണൻ കൃഷി ചെയ്യുന്നത്. പാടശേഖര സമിതി സെക്രട്ടറിയും മലബാർ ദേവസ്വം ബോർഡ് ഏരിയ ചെയർമാനും കൂടിയാണ് വള്ളൂർ രാമകൃഷ്ണൻ. ചടങ്ങിൽ CPIM ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ, AK ഷീലാദേവി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഇവർ കൃഷിയിടം സന്ദർശിച്ചു. എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂളിലെ സഹോദരങ്ങളായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വീട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. നിർമ്മാണത്തിലേക്ക് ആദ്യ തുകയായി വിദ്യാലയത്തിലെ P ഇഥിക കൃഷ്ണ, C അൽഫ എന്നീ വിദ്യാർത്ഥികൾ തങ്ങളുടെ സമ്പാദ്യക്കുടുക്കയിലെ മുഴുവൻ തുകയും നൽകി. സ്കൂളിലെ 2 ഇരട്ട സഹോദരങ്ങളായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 7 അംഗ കുടുംബത്തിനാണ് വീട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. അണയങ്ങോട് സ്വദേശികളായ ഇവർ ഏതു നിമിഷവും തകരാവുന്ന വീട്ടിലാണ് കഴിയുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മാണവുമായി മുന്നോട്ട് വന്നത്. നിർമ്മാണത്തിലേക്കുള്ള ആദ്യ സംഭാവനയായി സ്കൂളിലെ വിദ്യാർത്ഥികളായ P ഇഥിക കൃഷ്ണ, C അൽഫ എന്നിവർ തങ്ങളുടെ സമ്പാദ്യക്കുടുക്കയിലെ മുഴുവൻ തുകയും കൈമാറി. പൂർവ്വ വിദ്യാർത്ഥി മടത്തൊടി ഉമ്മർ തുക ഏറ്റുവാങ്ങി.
ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാനായി MP നൌഷാദിനെയും കൺവീനറായി C മുഹമ്മദ് അലിയെയും ട്രഷററായി K ആസിഫ് ഫസലിനെയും ചടങ്ങിൽ തെരഞ്ഞെടുത്തു. നല്ല പാഠം സംസ്ഥാന അവാർഡായി ലഭിച്ച 1 ലക്ഷം രൂപ നേരത്തെ നിർമ്മാണ കമ്മിറ്റിക്ക് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ കൈമാറിയിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റഹ്മത്ത് മഠത്തൊടി, PTA പ്രസിഡന്റ് MP നൌഷാദ്, എടത്തനാടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് P അഹമ്മദ് സുബൈർ, മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് പൂതാനി നസീർ ബാബു, എടത്തനാടുകര ചാരിറ്റി കൂട്ടായ്മ സെക്രട്ടറി K ഉസ്മാൻ, പ്രധാനാധ്യാപിക KM ഷാഹിന സലീം, MPTA പ്രസിഡന്റ് C റുബീന തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം പദ്ധതി വഴി സ്കൂൾ 2 വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ സെപ്റ്റംബർ 14 ഉത്രാട ദിവസം പുത്തരി പായസം ഫെസ്റ്റ് സംഘടിപ്പിക്കും. ഇതിന്റെ പ്രചരണ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. മേടമാസത്തിൽ ആരംഭിക്കാറുള്ള നെൽകൃഷി കർക്കിടകം ചിങ്ങമാസങ്ങളിലാണ് വിളവെടുക്കുന്നത്. തുടർന്ന് കൊല്ലവർഷാരംഭമായ ചിങ്ങമാസത്തിലെ ഉത്രാടം ദിവസം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പുന്നെല്ലിൻ്റെ അരി ഉപയോഗിച്ച് പുത്തരിപ്പായസം നിവേദിക്കുന്നത് പതിവാണ്. ഈ വർഷം ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ പുത്തരിപ്പായസ നിവേദ്യം പുത്തരിപ്പായസം ഫെസ്റ്റായി വിപുലമായി സംഘടിപ്പിക്കും. ഇതിൻ്റെ പ്രചാരണ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. ചടങ്ങിൽ ഭാരവാഹികളും പങ്കെടുത്തു. ആനമങ്ങാട് ശ്രീ കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇത്തവണയും വളരെ മനോഹരമായി പുത്തരിപ്പായസ മേള നടക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ കാർഷിക മേഖലയുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. എല്ലാ ക്ഷേത്രോത്സവങ്ങളിലും എന്ന പോലെ ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇത്തവണത്തെ നമ്മുടെ മേടമാസത്തിൽ തുടങ്ങിയ കൃഷിപ്പണിയുടെ പ്രധാനപ്പെട്ട വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഉത്രാടത്തിൽ തന്നെ അതിൻ്റെ പായസ വിതരണം കൂടി പുതിയ പുത്തരി കൊണ്ടുണ്ടാക്കുന്ന പായസ വിതരണം കൂടി നടക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് കുന്നിന്മേൽ ക്ഷേത്രവുമായിട്ടുള്ള ആത്മബന്ധം ഞാനിവിടെ MLA ആയി വന്നത് മുതലുള്ള ഒരു വലിയ ബന്ധമാണ്. മുരളി മാഷും നമ്മുടെ പ്രകാശ് ചേട്ടനും ഇവരെല്ലാവരും ഭാരവാഹികളെല്ലാവരും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പുത്തരി പായസ മേള ഒരുപാട് പേർക്ക് മധുര പായസം നൽകിക്കൊണ്ടുള്ള ഈ മേള ക്ഷേത്രത്തിന് കൂടി ഒരു വരുമാനമാകുന്ന തരത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പായസ ചലഞ്ചിൽ ഞാനും പങ്കുചേരും. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന ഇക്കാലത്ത് ചികിത്സകളേക്കാൾ പ്രസക്തിയുണ്ട് വ്യായാമത്തിന്. വ്യായാമം നിത്യജീവിതത്തിൽ ശീലമാക്കുന്നതോടെ ആരോഗ്യവും ആയുസ്സും കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്നു. വ്യായാമത്തിൻ്റെ പ്രസക്തി ഓർമ്മിപ്പിച്ചുകൊണ്ടും സൗജന്യമായി വ്യായാമമുറകൾ പരിശീലിപ്പിച്ചുകൊണ്ടും മുന്നേറുകയാണ് ഇപ്പോൾ MEC7 പൊതുജനാരോഗ്യ സംരക്ഷണ സേന. പാലക്കാട് ജില്ലയിലും കൂട്ടായ്മയുടെ പ്രവർത്തനം ഇപ്പോൾ സജീവമാണ്. ആരോഗ്യമുള്ള ജനത, ആരോഗ്യമുള്ള സമൂഹം, അതാണ് MEC7 എന്ന പേരിലുള്ള പൊതുജനാരോഗ്യ സംരക്ഷണ സേനയുടെ പ്രവർത്തന ലക്ഷ്യം. വിമുക്ത ഭടനായ കൊണ്ടോട്ടി സ്വദേശി ക്യാപ്റ്റൻ സലാഹുദ്ദീൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് MEC7 പ്രവർത്തനം. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഇതിനകം MEC7 നിരവധി യൂണിറ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു. പാലക്കാട് ജില്ലയിൽ ഓങ്ങല്ലൂർ പോക്കുപടിയിലാണ് ഇപ്പോൾ MEC7 ആദ്യ യൂണിറ്റ് ആരംഭിച്ചത്. പ്രായഭേദമന്യേ 100ഓളം പേർ ഇവിടെ നിത്യവും ക്യാമ്പിലെത്തുന്നു. തീർത്തും സൗജന്യമായാണ് MEC7 ഈ ഫിറ്റ്നസ് ട്രെയിനിങ് ക്യാമ്പുകൾ. അഞ്ച് വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവർ ക്യാമ്പുകളിൽ എത്തുന്നുണ്ട്. എയറോബിക്സ്, യോഗ, അക്യുപ്രഷർ, മെഡിറ്റേഷൻ, മസാജിംഗ്, ഫിസിയോതെറാപ്പി എന്നിങ്ങനെ 7 വ്യത്യസ്ത വ്യായാമമുറകളിലായി 21 ഇനങ്ങളിലായി അരമണിക്കൂർ ദൈർഘ്യമുള്ള ഫിറ്റ്നസ് ട്രെയിനിങ് സെഷനാണ് MEC7. മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ, അതാണ് MEC7 പൂർണ്ണ രൂപം. രാവിലെയാണ് ഇതിൻ്റെ സമയം.
1500-ലധികം ചലനങ്ങൾ ശരീരത്തിന്റെ കാൽപാദം മുതൽ കണ്ണുകളിൽ വരെ ഉണ്ടാക്കാൻ കഴിയുന്ന വിധമാണ് പരിശീലനമെന്ന് ട്രെയിനർമാർ പറയുന്നു. 7 ഐറ്റമാണ് നമ്മൾ ഇതില് കാര്യമായിട്ട് മൊഡ്യൂള് ഉണ്ടാക്കിയത്. അതിൽ നമ്മൾ എയറോബിക്സ് എക്സസൈസ്, ഡീപ്പ് ബ്രീത്തിങ്, സിമ്പിൾ എക്സസൈസ്, യോഗ എക്സസൈസ്, അതുപോലെ മെഡിറ്റേഷൻ, ഫേസ് മസാജ്, അങ്ങനെ 7 ഐറ്റം നമ്മൾ 21 ഐറ്റമായിട്ട് 23 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യണം. ഇത് നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മളെ ബോഡിയിൽ 1800ഓളം ചലനങ്ങൾ നമ്മൾ ഈ 22 മിനിറ്റിൽ ഉണ്ടാക്കുകയാണ്. അതിൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി, ഓക്സിജന്റെ കണ്ടന്റ് കൂട്ടി, നമ്മളെ സ്റ്റാമിന വർദ്ധിക്കുകയാണ്. എത്ര 60-70 വയസ്സായി കഴിഞ്ഞാലും ഒരു 45 വയസ്സുള്ള ആളെ പോലെ അവനവൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ചുറുചുറുക്കോടുള്ള ഒരു ജീവിതമാണ് ഇതിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അസുഖങ്ങൾ കുറഞ്ഞ് മരുന്ന് പരമാവധി ഒഴിവാക്കി നല്ല ആയുസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ എക്സസൈസിൻ്റെ ഗുണം. അതുപോലെ ഇത് നമ്മൾ തികച്ച് സൗജന്യമായിട്ടാണ് എല്ലാ സെൻറ്ററുകളും ചെയ്യണത്. അവിടെ 1-2 ട്രെയിനർമാരെ വെച്ച് കൃത്യമായി കറക്റ്റ് ടൈമിൽ കൃത്യമായി ചെയ്യിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സമയം വളരെ കുറഞ്ഞ സമയമാണ്. ആർക്കും എപ്പോഴും വരാം. എത്ര കുട്ടികൾക്കായാലും എത്ര വയസ്സുള്ള ആളുകൾക്കും ചെയ്യാവുന്ന സിമ്പിൾ എക്സസൈസാണ്. അപ്പോൾ ഇത് 300ഓളം സെൻറ്ററുകളുണ്ട്. വിദേശത്തും ഒക്കെ ആയിട്ട് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, പാലക്കാടും ജില്ലയിലെത്തിയിട്ടുണ്ട്. പിന്നെ കേരളത്തിന് പുറത്തും വിവിധ സെൻറ്ററുകളുണ്ട്. അപ്പോൾ പരമാവധി ഇത് ആളുകൾക്ക് പരിചയപ്പെടുത്തുക, നല്ലൊരു ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിൽ ജാതി, മത, രാഷ്ട്രീയ വ്യത്യാസമില്ല. എല്ലാവർക്കും വരാനുള്ള ഒരു പൊതു ഇടം എന്നുള്ള രീതിയിലാണ് വ്യത്യസ്തമായ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഓരോ സെൻറ്ററുകളും അതാത് നാട്ടിലത്തെ ആളുകൾ കണ്ടക്ട് ചെയ്ത് പോരുന്നത്. ജീവിതശൈലി രോഗങ്ങൾ മൂലവും ജോലി സമ്മർദ്ദവും മൂലവുമെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായുമെല്ലാം വലിയ മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ കഴിഞ്ഞതായി ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ പറയുന്നു. പിന്നെ ഒരു തരിപ്പ്, വേദനകള്, തലവേദന, അതുപോലെ കണ്ണിനുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. പിന്നെ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തുമ്മല്, ശ്വാസം നിങ്ങല്, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. നല്ല മാറ്റമാണ്. അപ്പോൾ എനിക്ക് തരിപ്പ് നല്ലോണം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഈ ഭാഗം നമ്മൾ ഇവിടെ തരിച്ചിട്ട് ഇവിടെ ഒരു ഭാഗം ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയുന്നില്ല. പക്ഷെ അതൊക്കെ ഇപ്പോൾ നല്ല പൂർണ്ണമായിട്ട് മാറി തന്നെ പറയാം. പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. വളരെ കുറച്ച് ദിവസം കൊണ്ട് മാറിയിട്ടുണ്ട്. പിന്നെ അവിടേക്ക് വരുന്ന ഓരോ വ്യക്തിക്കും ഓരോ മാറ്റങ്ങൾ. ഒരുപാട് ആളുകൾക്ക് ഷുഗർ ലെവല് നോർമലായിട്ടുണ്ട്. നല്ല ഹൈ ലെവലിൽ നിന്നേരെ ഷുഗറൊക്കെ നോർമൽ ലെവലിൽ എത്തിയിട്ടുണ്ട്. കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ട്. മുഖത്തെ കരിമംഗലം ഫേസ് മസാജ് കൊണ്ട് മുഖത്തെ കരിമംഗലം മാറിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യത്തിലിരിക്കാൻ വയ്യാത്തവരുണ്ട്, അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ കൈ പൊങ്ങാത്തവര്, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ തന്നെയുണ്ട്. പിന്നെ ഇതില് ചിലർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരും വരുന്നുണ്ട്. കാരണം അവരെന്താ പറയണത്, നമുക്ക് ഇതില് വന്നു കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ഇത് നമ്മള് സ്ഥിരം കാണുന്ന വ്യക്തികളാവും. പക്ഷെ നമ്മൾ അവരോടൊന്നും അങ്ങനെ ഒരുപാട് സംസാരിക്കാം, ആർക്കും ടൈമും ഇല്ല. പക്ഷെ ഈ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ നമ്മളെല്ലാരും കണ്ട് സംസാരിക്കുന്ന, ചിരിച്ചു കളിച്ച് എല്ലാം നമ്മൾ ചിലപ്പോൾ പലതും പങ്കുവെക്കണ പോലും ഉണ്ട്. ഇപ്പൊ ഇവളെയൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ അവിടെ ഞങ്ങൾ അത്രയും ചാൻസ് ആണ് ഇപ്പോ. അങ്ങനെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടി. പാലക്കാട് ജില്ലയിൽ കൂടുതൽ ക്യാമ്പുകൾ ആവശ്യപ്പെട്ട ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. തൃശ്ശൂരിലും MEC7 ക്യാമ്പുകൾ ഉടൻ ആരംഭിക്കും. ദിവസവും 25 മിനിറ്റ് ഈ വ്യായാമ മുറകൾക്കായി മാറ്റിവെക്കുന്നതിലൂടെ ആരോഗ്യമുള്ള നല്ലൊരു ജീവിതവും സമൂഹവും സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ് സവിശേഷത. അതും 1 രൂപ പോലും പണച്ചെലവില്ലാതെ. അമ്പലപ്പാറ കടമ്പൂരിൽ CPM നേതാവായിരുന്ന MR മാധവന്റെ 25ാമത് അനുസ്മരണം നടത്തി. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം KP ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അമ്പലപ്പാറ സർവീസ് ബാങ്ക് പ്രസിഡന്റ്, ഒറ്റപ്പാലം കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ്, CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ ദീർഘകാലം പൊതുരംഗത്ത് പ്രവർത്തിച്ച MR മാധവന്റെ 25ാം അനുസ്മരണമാണ് നടത്തിയത്. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം KP ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CC രാജൻ അനുസ്മരണം നടത്തി. KV സോമസുന്ദരൻ, TP ചുക്രൻ, S സഞ്ജീവ്, പ്രീത മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. MR ബിജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ M മോഹൻദാസ് നന്ദിയും പറഞ്ഞു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു
വാർത്തകളിലേക്ക്. ശ്രീകൃഷ്ണപുരം മഹിളാ ശ്രമസംഘം രൂപീകരിച്ചു. വിവാഹങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കും ഭക്ഷണം വിളമ്പുന്നതിനുള്ള സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഇത്. സി ഭാസ്കരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മണികണ്ഠൻ പാലാങ്കുഴി അധ്യക്ഷനായി. പി ഷാനി, കെ ദേവി, കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കി സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് കൂട്ടായ്മയിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് ഒരു ശ്രമസംഘം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വാക്കിൽ തന്നെ ഉണ്ട്, അതൊരു സഹകരണ മനോഭാവവും സേവന മനോഭാവവും ഉള്ള ഇതായി കാണാം. പൈസ എന്നതിലപ്പുറം സാമ്പത്തികം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ അതും കൂടെ കൂട്ടിയിട്ട് തന്നെയാണ് ഇതിലേക്ക് വരുന്നത്. വെറുതെ സർവീസ് ചെയ്യാൻ മാത്രമല്ല, അല്ലെങ്കിൽ സേവനം ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ബിൽഡിംഗ് മെറ്റീരിയൽ വിപണന രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചെർപ്പളശ്ശേരി കോയാസൺ 8ാമത് ആനിവേഴ്സറി സെലിബ്രേഷൻ വിപുലമായി നടത്തി. തങ്ങളുടെ കസ്റ്റമേഴ്സിനൊപ്പമായിരുന്നു ആഘോഷ പരിപാടികൾ. കോയാസൺ ബിൽഡിംഗ് മെറ്റീരിയൽ പ്രൈവറ്റ് ലിമിറ്റഡ് 8ാമത് ആനിവേഴ്സറി സെലിബ്രേഷനാണ് ചെറുപ്പശ്ശേരി അലങ്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായി നടത്തിയത്. കസ്റ്റമേഴ്സിനൊപ്പമായിരുന്നു പരിപാടികൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റുമായ കെ എ ഹമീദ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷം മുമ്പ് ഈ സ്ഥാപനം ചെർപ്പളശ്ശേരിയിൽ തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിൽ ഇത്രമാത്രം സാധനങ്ങളും സ്റ്റോക്കുകളും ഉണ്ടായിരുന്നില്ല. ഒരു ഐറ്റം അല്ലെങ്കിൽ 1-2 ഐറ്റം കമ്പി മാത്രമായിട്ടാണ് എന്നാണ് ഓർമ്മ തുടങ്ങിയത്. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മുടെ അങ്ങാടിയിൽ സാധാരണഗതിയിൽ നാട്ടിൻപുറത്തൊക്കെ എല്ലാവരും പറയുക, അല്ലെങ്കിൽ ഒരു സ്ഥാപനം പുതുതായി തുടങ്ങുമ്പോൾ അതേ തരത്തിലുള്ള ഒട്ടനവധി സ്ഥാപനങ്ങളുള്ള സ്ഥലത്ത് തുടങ്ങുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള ഒരു കാര്യം, അത് നിങ്ങളുടെ ഈ മേഖലയിലല്ല, എല്ലാ മേഖലയിലും ചെർപ്പളശ്ശേരിയിൽ തുടങ്ങുന്ന ഒരാൾ ഒരു സ്ഥാപനം തുടങ്ങി അതിന് പച്ച പിടിച്ചു എന്ന് തോന്നിയാൽ അതേ സ്ഥാപനം തുടങ്ങി ആർക്കും ഈ പ്രശ്നം, ഈ പരിപാടിയോട് ഗുണമില്ലാത്ത രീതിയിലാക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു സ്ഥാപനം പുതുതായി വരുമ്പോൾ വില കുറച്ച് കൊടുക്കുക എന്ന ഒരു സംവിധാനം, എളുപ്പത്തിൽ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ നമ്മൾ ചെയ്യുക, വില കുറച്ച് കൊടുക്കുക. അതൊരാഴ്ച 2 ആഴ്ചക്കേ കഴിയുള്ളൂ, അതിനപ്പുറത്ത് കഴിയില്ല. അത്തരത്തിലുള്ളൊരു നടപടിക്രമമല്ല കോയാസണിൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്ന് തന്നെയാണ് എനിക്ക് ഈ സ്ഥാപനത്തോടുള്ള ഏറ്റവും വലിയ ആത്മാർത്ഥതയും അടുപ്പവും. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അലി കിഴാടയിൽ അധ്യക്ഷനായി. മാനേജിംഗ് ഡയറക്ടർ പി മുഹമ്മദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി ദോഹ മുഹമ്മദ്, സെയിൽസ് ഹെഡ് കൃഷ്ണദാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ട്രഷറർ കൃഷ്ണൻകുട്ടി, രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോയാസൺ ഒഫീഷ്യൽ ആഡ് ലോഞ്ച്, JSW പെയിന്റ് ലോഞ്ച് എന്നിവയും ചടങ്ങിൽ നടന്നു. അക്വസ്റ്റാർ സ്കോളർഷിപ്പിന് അർഹയായ ഐശ്വര്യ, അഞ്ജന എന്നീ കുട്ടികൾക്ക് 10,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ചടങ്ങിൽ കൈമാറി. തുടർന്ന് ഡാൻസ് പ്രോഗ്രാമും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയുടെ 21ാം വാർഷികത്തിന്റെ ഭാഗമായി 50 വയസ്സിന് മുകളിലുള്ളവർക്ക് 1 മാസം നീണ്ടുനിൽക്കുന്ന ആനുകൂല്യങ്ങൾ തുടങ്ങി. ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ ഉദ്ഘാടനം ചെയ്തു. 21ാം വാർഷികത്തിൽ പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രി പ്രഖ്യാപിച്ച വിവിധ ചികിത്സാ പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് 1 മാസം നീണ്ടുനിൽക്കുന്ന ചികിത്സാ ആനുകൂല്യങ്ങൾ സെപ്റ്റംബർ 1 ആരംഭിച്ചു. ഹോസ്പിറ്റൽ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ പെരിന്തൽമണ്ണയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും മംഗളം ലേഖകനുമായ എ ശിവദാസന് സൗജന്യ കൺസൾട്ടേഷൻ റെസിപ്റ്റ് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 50 വയസ്സിന് മുകളിലുള്ള ഒട്ടേറെ പേർക്ക് ഈ ചികിത്സാ ആനുകൂല്യ പദ്ധതി പ്രയോജനപ്പെടുമെന്നും മുൻകൂട്ടി ബുക്ക് ചെയ്തു വരുന്ന എല്ലാവർക്കും ആനുകൂല്യം ലഭ്യമാക്കുമെന്നും ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ പറഞ്ഞു. 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അതിനു മുകളിൽ വരുന്ന സീനിയറായിട്ട് വരുന്ന ആൾക്കാർക്ക് സാധാരണഗതിയിൽ വരാവുന്ന പ്രശ്നങ്ങളാണ് കാറ്ററാക്ട് തുടങ്ങിയുള്ള പ്രായം കൊണ്ട് വരുന്നത്. അത് സാധാരണ ആൾക്കാരത് മുഖവിലൊക്കെ എടുക്കാതെ അതങ്ങോട്ട് തള്ളി നീക്കുക ചെയ്യുക. അതിന് പകരം നമ്മൾ ഫ്രീ ആയിട്ട് 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ സീനിയറായിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ കൊടുത്ത് ചെക്ക് ചെയ്ത്
അത് തിമിരമോ മറ്റ് അസുഖങ്ങളോ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരവസരം ഒരു മാസത്തേക്കുള്ളൊരു ക്യാമ്പായിട്ടാണ് നടത്തുന്നത് 21ാം വാർഷികത്തോടനുബന്ധിച്ച്. അത് കഴിഞ്ഞിട്ട് ഇതിലെന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നതുമാണ്. ഇത് ഈ 21ാം വാർഷികം പ്രമാണിച്ച് ഇന്ന് മുതൽ ഒരു മാസത്തേക്കാണ് നമ്മൾ ഈ പദ്ധതി വെച്ചിട്ടുള്ളത്. കഴിയുന്നത്ര ഞങ്ങൾ മാർക്കറ്റിൽ ഇത് അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി വരുന്ന എല്ലാവർക്കും നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് വരണമെന്ന് മാത്രമേ നമുക്കിവിടെ ഒരു ക്രൗഡിൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വിളിച്ച് ബുക്ക് ചെയ്ത് വരുന്നവർക്ക് നമ്മൾ ഈ ആനുകൂല്യം കൊടുക്കുന്നതാണ്. ഹോസ്പിറ്റൽ ഡയറക്ടർമാരായ നാസർ ചോലയ്ക്കൽ, ആലിക്കൽ നാസർ, ഡോക്ടർ അഭിഷേക് കുമാർ, ജനറൽ മാനേജർ അബ്ദുൽ കരീം, ഓപ്പറേഷൻസ് മാനേജർ ആഷിഫ്, മാർക്കറ്റിംഗ് മാനേജർ സിദ്ദീഖ് എന്നിവർ പങ്കെടുത്തു. അൽസലാമ ആശുപത്രിയിൽ നേരത്തെയും പലതരത്തിലുള്ള സംവിധാനങ്ങൾ സാധാരണക്കാരന് ഉപകരിക്കുന്നത് നടത്തിയിട്ടുണ്ട്. എന്നാൽ പുതിയ ഭരണ സാരഥികൾ ശരിക്കും സാധാരണക്കാരന് ഉപകരിക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ ഈ നേത്രത്തിൻ്റെ ബന്ധപ്പെട്ട പലതരത്തിലുള്ള ക്യാമ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ടെങ്കിലും പ്രഗത്ഭമായ ഡോക്ടർമാരെ വെച്ചുകൊണ്ട് ആ ഡോക്ടർമാരുടെ സാധാരണക്കാരന് കിട്ടേണ്ടുന്നതായിട്ടുള്ള ചികിത്സാ സംവിധാനം അത് മിതമായ സാമ്പത്തിക ചിലവിൻ്റെ വ്യവസ്ഥയിൽ നടത്താൻ അൽസലാമയ്ക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ ഇന്നത്തെ നമ്മുടെ ഇവരുടെ ഒരു മാസത്തെ ഒരു പ്രവർത്തന രീതിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. സൗജന്യ നേത്രപരിശോധനയടക്കം 1500 രൂപയുടെ ഹോസ്പിറ്റൽ പാക്കേജ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സൗജന്യമായിരിക്കും. വിവിധ ടെസ്റ്റുകൾക്കും സർജറി വേണ്ടിവരുന്നവർക്കും തുടർ ചികിത്സാ നിരക്കിലും ഇളവ് നൽകും. നമ്മളിപ്പോൾ പ്രഖ്യാപിച്ച ഇതിൻ്റെ കൂടെ ഒരു 1500 രൂപയുടെ ടെസ്റ്റുകൾ, ഫ്രീ ടെസ്റ്റുകൾ ആവശ്യമനുസരിച്ച് ഏതൊക്കെ ടെസ്റ്റുകളാണ് വേണ്ടത് 1500 രൂപയിൽ ഒതുങ്ങുന്ന രൂപത്തിലുള്ള ടെസ്റ്റുകളും ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ അതിൽ കൂടുതൽ വരുന്ന സർജറിയോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഡിസ്കൗണ്ടും ഓരോ കേസിനനുസരിച്ച് ഉള്ള രൂപത്തിൽ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്ത്രീ പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ആധുനിക സൗകര്യങ്ങളോടെ ഗ്ലാംസ് ഫാമിലി യൂണിസെക്സ് ബ്യൂട്ടി സലൂൺ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം മറീന മിഖായേൽ കുറിശിങ്കൽ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആധുനിക സൗകര്യങ്ങളോടെയാണ് ഗ്ലാംസ് യൂണിസെക്സ് ഫാമിലി ബ്യൂട്ടി സലൂൺ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചത്. സിനിമാ താരം മറീന മിഖായേൽ കുറിശിങ്കൽ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ഹായ്, നമസ്കാരം. മറീനയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഗ്ലാംസ് ബ്യൂട്ടി സലൂൺ, യൂണിസെക്സ് ബ്യൂട്ടി സലൂണിലാണ്. ഇത് സെപ്റ്റംബർ 2-ാം തീയതി നമ്മൾ ഈ ഒരു പാർലറിൻ്റെ ഇനോഗ്രേഷൻ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാനാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തകൻ്റെ പാർലറാണ് ഇത് രാജേശ്വരൻ. അപ്പോൾ ആളുടെ ഒരു പുതിയ ഒരു ഇനീഷ്യേറ്റീവാണ്, ഒരു ഇന്നോവേറ്റീവ് ഒരു ഐഡിയ ഒക്കെ ആയിട്ട് പുതിയ സലൂൺ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് അഡ്വഞ്ചറിൻ്റെ എല്ലാവിധ ആശംസകളും നേടുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് ഷോറൂംസ് തുറക്കാൻ സാധിക്കട്ടെ. ടേക്ക് കെയർ. താങ്ക് യു.
വാർഡ് കൗൺസിലർ സി ശോഭന, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. ഹെയർ കട്ട്, ഹെയർ, സ്കിൻ, കെമിക്കൽ ട്രീറ്റ്മെന്റ്, കരാറ്റിംഗ്, കളറിംഗ്, അഡ്വാൻസ്ഡ് ഹൈലൈറ്റ് കളറിംഗ്, ഹൈഡ്രാഫേഷ്യൽ, സ്മൂത്തനിങ്, റീബൗണ്ടിംഗ്, പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ തുടങ്ങിയ നൂതനമായ എല്ലാത്തരം ട്രീറ്റ്മെന്റുകളും ഗ്ലാംസിൽ ലഭ്യമാണ്. കൂടാതെ മിതമായ നിരക്കിൽ ബ്രൈഡൽ മേക്കപ്പ്, ഡാൻസ് മേക്കപ്പ്, നെയിൽ ആർട്ട് എന്നിവയും ലഭ്യമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യവും ഗ്ലാംസിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി സ്ഥാപനം ഉടമ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ സൂപ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ സൂപ്രണ്ട് പണി നിർത്തിപ്പോകണമെന്ന നഗരസഭാ വൈസ് ചെയർമാൻ. ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് ആരായാലും അനുവദിക്കില്ലെന്ന് കെ പ്രേംകുമാർ MLA. മണ്ണാർക്കാട് തത്തേങ്കലത്തെ പട്ടികവർഗക്കാർക്ക് സർക്കാർ നൽകിയ പട്ടയത്തിലെ സർവേ നമ്പർ വനഭൂമിയെ 3 വർഷം മുമ്പ് നൽകിയ പട്ടയത്തിലെ ഭൂമി ഇതുവരെ കണ്ടെത്താനായില്ല. അടുത്ത ദിവസം ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കും. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുന്നത് നിലവാരം കുറഞ്ഞ കമ്പി ഉപയോഗിച്ചെന്ന് പരാതി. എസ്റ്റിമേറ്റിൽ പറഞ്ഞതിനേക്കാൾ ബലം കുറഞ്ഞ കമ്പിയാണെന്നാണ് ആരോപണം. സ്വകാര്യ വ്യക്തിയാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും വിജിലൻസിനും പരാതി നൽകിയത്. ഒറ്റപ്പാലം വരോട് 4-ാം മൈലിലെ കരിങ്കൽ ക്വാറിക്കെതിരെ സമരം ശക്തമാക്കാൻ CPM. 3-4 തീയതികളിൽ CPM നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതി രാപ്പകൽ സമരം നടത്തി. ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ക്വാറി അടച്ചുപൂട്ടുക തന്നെ വേണമെന്ന് നേതാക്കൾ. ഓണം കളറാക്കാൻ ഇത്തവണ പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ. റവന്യൂ വിഭാഗം ജീവനക്കാർ നട്ട ചെണ്ടുമല്ലികൾ പൂവിട്ടു. സിവിൽ സ്റ്റേഷനിൽ ഇപ്പോൾ പൂവസന്തം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.